പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ജനകീയ മുഖം നഷ്ടമായതും കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതിരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്ന് വിലയിരുത്തി CPIM. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി യോഗങ്ങളുടെ തുടർച്ചയായി സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് വിമർശനം. മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശൈലി ജനവികാരത്തെ എതിരാക്കി. കരുവന്നൂർ ബാങ്കിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതിരുന്നതും തിരിച്ചടിക്ക് കാരണമായെന്ന് അംഗങ്ങൾ വിമർശിച്ചു. മന്ത്രി ഡോക്ടർ R. ബിന്ദുവിനെ ജനകീയമല്ലെന്നും സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയില്ലെന്നുമുള്ള വ്യാപക പ്രചരണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് പുറമെ BJP വോട്ടുകൾ UDFന് ലഭിച്ചതും ഇരിങ്ങാലക്കുടയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും യോഗം വിലയിരുത്തി. രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെന്നും സർക്കാരിന്റെ പല നടപടികളും വിവിധ മേഖലകളിലുള്ളവരെ അകറ്റിയതായും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എക്കാലവും LDFനൊപ്പം നിലയുറപ്പിച്ചിരുന്ന സർക്കാർ ജീവനക്കാർ അകന്നതിന്റെ തെളിവാണ് പോസ്റ്റൽ വോട്ടുകളിലുണ്ടായ കുറവെന്ന് യോഗം വിലയിരുത്തി. പാർട്ടി നേതൃത്വവും ജനപ്രതിനിധികളും കൂടുതൽ ജനകീയമാകണമെന്ന ആവശ്യവും അംഗങ്ങളിൽ നിന്നും ഉയർന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ശാന്തി സദനം സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊള്ളിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യപ്രഭാഷണം നടത്തി. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ശാന്തി സദനം ഡയറക്ടർ ഫാദർ ലിജോ കോങ്കോത്ത് സ്വാഗതവും ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി നന്ദിയും പറഞ്ഞു. ഇവിടെ കാഴ്ച വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. എല്ലാവരും നമ്മുടെ ശാന്തി സദനത്തോട് മനസ്സ് ചേർത്ത് വെച്ച് ഇവിടുത്തെ അമ്മമാരെ ഒന്ന് സഹായിക്കാൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന പ്രവർത്തനങ്ങളെ എല്ലാ നിലയിലും സ്നേഹത്തോടെ പിന്തുണയ്ക്കാൻ, അവർക്ക് ശക്തി പകരാൻ ഒക്കെ ഒന്നുചേരുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നതാണ്. ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട നല്ല കുറേ കുഞ്ഞമ്മമാർ നല്ല സാരിയൊക്കെ എടുത്ത് ഇടുക്കുകളായി ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ ആദ്യം കണ്ടത്. അവരുടെയൊക്കെ മുഖത്ത് തെളിഞ്ഞു നിന്ന വലിയ സന്തോഷം. ഇവരൊക്കെ ഈ അമ്മമാരുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. അതോടൊപ്പം പ്രിയപ്പെട്ട കുറേ അച്ഛന്മാർ, മറ്റ് സഹോദരങ്ങൾ, അവരെയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമാണ്. അവരെയൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിനോട് മനസ്സ് ചേർത്ത് വെച്ച് നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കാനായിട്ട് വരുന്ന ആളുകളാണ്. അകത്ത് കിടന്നപ്പോൾ നമ്മൾ കണ്ടു, പിതാവ് സൂചിപ്പിച്ച പോലെ നല്ല സുന്ദരി കുട്ടികളായി അമ്മമാർ ഒരേപോലുള്ള യൂണിഫോമൊക്കെ ഇട്ട് പിടിക്കുകളായി സന്തോഷത്തോടുകൂടി ഇവിടെ ഘോഷിച്ചായിരിക്കുന്നു കാണുക. ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം റോട്ടറി ക്ലബ് ഹാളിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരീക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള BSS അവാർഡിന് അർഹനായ ജോസ് മാമ്പിള്ളിയെ ആദരിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ MA ജോൺ, സൊസൈറ്റി രക്ഷാധികാരി PK ഭരതൻ മാസ്റ്റർ, സെക്രട്ടറി നവീൻ ഭഗീരഥൻ, ട്രഷറർ രാജീവ് മുല്ലപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി ജോസ് മാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ടുണീഷ്യൻ ചിത്രമായ വേർ ദി വീൻ കംസ് ഫ്രം പ്രദർശിപ്പിച്ചു. സംഘടനയുടെ രൂപീകരിക്കുന്ന സംഘടനയുടെ പ്രവർത്തകർക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയണമെന്നൊരു നിർദ്ദേശം കൂടി ഞാൻ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ 10 വർഷം പിന്നിടുമ്പോൾ ആ എൻ്റെ ഒരു വർത്തമാനം ഞാൻ മാത്രമല്ല പലരും സംസാരിച്ചവർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 10 വർഷം പിന്നിടുമ്പോൾ
ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം ഇരിഞ്ഞാലക്കുടക്കാർക്ക് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാഹിത്യ, സാമൂഹ്യ മണ്ഡലങ്ങളിലെ മുഴുവൻ വ്യക്തികൾക്കും മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ ശ്ലാഘനീയമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തന മേഖലയാക്കി ഇത് മാറ്റിയതിന് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെയുണ്ട്. എനിക്കും സിനിമ, ഞാൻ ഒരുപടി സിനിമകൾ ചെറുപ്പക്കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. കോളേജിലൊക്കെ പോകുമ്പോൾ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, കോളേജിൽ കയറിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളൊക്കെ, പക്ഷേ സിനിമാ തിയേറ്ററുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊട്ടകകൾ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമാ തിയേറ്ററുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ കുറേയധികം വന്നുകൊണ്ടിരിക്കും. ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിയേറ്ററുകൾ, ഇപ്പോൾ മാസമായാലും 2 ചെമ്പശ്ശേരിയിൽ 3 തിയേറ്ററുണ്ട്. അങ്ങനെ സീറ്റുകളുടെ എണ്ണം കുറച്ചിട്ടായാലും അത് സിനിമ ആസ്വാദകർക്ക് നമുക്ക് കിഴുത്താണിയിൽ ഉണ്ട്. അതുപോലെ തന്നെ മാപ്രാണത്തിപ്പോൾ അത് കയ്യിലിരിപ്പോണ്ട് പോയതാണ്. ഊക്കൻ കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗം എടക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാളിൽ ഫാദർ ഡോക്ടർ വർഗീസ് ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാത്യു പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജോൺസൺ മാനാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ സിസ്റ്റർ കാരുണ്യ അഗസ്റ്റിൻ, ഡോക്ടർ CJ ഉണ്ണി ജോസ് ഊക്കൻ, ഡോക്ടർ പ്രീൻ ജോസ്, ജനറൽ കൺവീനർ ജിയോ പോൾ, OJ തോമസ്, ലിൻഡോ ബേബി, സെക്രട്ടറി പ്രവീൺ ഡേവിസ്, ട്രഷറർ മാത്യു, ജോസ്ലിൻ ജോസഫ്, ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് വൈദികനാകാൻ, സന്യാസിയാകാൻ ആൾക്കാർ വരാൻ താല്പര്യം കാണിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി നാളെ മറ്റന്നാൾ +2 കഴിയുമ്പോൾ കുറേ പേര് ഉണ്ടാവും. അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ മുന്നോട്ട് വന്നാൽ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള നല്ല മനസ്സ് നമ്മൾ കാണിക്കുകയും വേണം. ഈ ഊക്കൻ തറവാട്ട് യോഗം എന്തെല്ലാം മഹത്തായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അധ്യക്ഷൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ വളരെ മഹനീയമായ, ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ഈ ഗ്യാതറിംഗ് വളരെ ഉന്നതമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വരുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ആൾക്കാർ തീരുണ്ടാവില്ല. അവിടെ വന്ന് കയറിയപ്പോൾ പള്ളിയുടെ പുറത്ത് കയറിയപ്പോൾ തന്നെ പ്രസിഡന്റ് അതുപോലെ മറ്റുള്ളവരൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പേര് വരാൻ മടി കാണിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പുല്ലൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഭഗവത്ഗീത പഠന ക്ലാസിൻ്റെയും ശ്രീമദ് ഭാഗവത പഠന ക്ലാസിൻ്റെയും ഉദ്ഘാടനം പ്രഭാഷകൻ ഡോക്ടർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയാണ് ഭഗവത്ഗീത ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. ഭാഗവതാചാര്യൻ പാലാഴി കൃഷ്ണകുമാറാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രം ഊരാളൻ വിശാഖൻ പടിയൂർമന, മേൽശാന്തി സുജയ് പടിയൂർമന, ഇസ്കോൺ അംഗം സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് അച്യുതൻകുട്ടി വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രഷറർ KV കൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിന്ധു വിനയൻ നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.